Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാവൽസിൻ്റെ ഒരു ടൈമർ സ്വിച്ചിനെ പറ്റിയാണ്. ടൈം സ്വിച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഡിവൈസ് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വിച്ചാണ് ടൈമർ സ്വിച്ച് എന്ന് പറയുന്നത്. ഇതൊരു അനലോഗ് സ്വിച്ചാണ്. നമുക്ക് എന്തായാലും ഈ ഒരു സ്വിച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഈ ഒരു ബോക്സിനുള്ള ഇത്രയുമാണ് വരുന്നത്. ഒരു ടൈമർ വരുന്നുണ്ട്, അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൈമർ എന്ന് പറയുന്നത്. ഇതെൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ബിറ്റ്, അതായത് പ്രോഗ്രാമിംഗ് ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടൈമറിൽ നീല കളറിൽ കാണുന്ന ഈ ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ബിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു അവർ ഹാൻഡ്, അതായത് ഈ ഒരു ആരോ മാർക്കാണ് നമുക്ക് അവർ ഹാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ക്ലോക്ക് സെറ്റിംഗ് ആം എന്ന് പറയുന്ന ഈ ഒരു നോബിനെയാണ്. ഈ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ആയിട്ട് വരുന്നതാണ് ഓട്ടോ മാനുവൽ മോഡ് സെലക്ഷൻ. ഓട്ടോമാറ്റിക് മാനുവൽ മോഡിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ് ഈ കാണുന്നത്. ടെക്നിക്കൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 to 60 ഹെഡ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് ചാനൽസ് എന്ന് പറയുന്നത് 48 ആണ്. പവർ റിസർവ് എന്ന് പറയുന്നത് 150 അവേഴ്സ് ആണ്. മാക്സിമം സ്വിച്ചിങ് കപ്പാസിറ്റി 250 വോൾട്ട് AC, അതായത് സിംഗിൾ ഫേസ് AC-ൽ കോസ് 5 = 1 ആണെങ്കിൽ 16 ആംപിയർ വരെയും, കോസ് 5 = 0.6 ആണെങ്കിൽ 4 ആംപിയർ വരെ നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇൻകാൻഡസെന്റ് ഹാലജൻ ലാമ്പുകളൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ 1200 വാട്ട്സ് വരെയുള്ള ലാമ്പ് കണക്ട് ചെയ്യാം. ഷോർട്ടസ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് ക്ലോക്ക് ടൈമറാണ്, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ബാറ്ററി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലൊരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് വെച്ചാൽ AC സപ്ലൈ കൊടുത്തിട്ട് 30 മിനിറ്റ്സ് ആൻഡ് ലെറ്റ് ദ ബാറ്ററി റീചാർജ് ആവുന്നതിന് ഒരു 30 മിനിറ്റ് നമുക്ക് AC ഇൻപുട്ട് സപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത് നമ്മുടെ ഈ ക്ലോക്കിൻ്റെ ടൈം സെറ്റിങ്സിനെ പറ്റിയാണ്. നമുക്ക് 24 hours ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് മോർണിംഗ് 3 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 3 മണി തന്നെയാണ്. വൈകിട്ട് ആഫ്റ്റർനൂൺ 3 മണി എന്ന് പറയുമ്പോൾ 15 ആണ്. 24 hours നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടൈമർ വരുന്നത്. ഈ ഒരു ടൈമർ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് 1 to 24 hours നമുക്കിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ നമുക്ക് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഓൺ ആവേണ്ടത് ആ ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഈ നീല പ്രോഗ്രാമിംഗ് സ്വിച്ചിനെ എല്ലാം അകത്തോട്ടാക്കി വെക്കണം. നമുക്ക് എപ്പോഴാണോ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഓഫ് ആവേണ്ടത്, ഏത് ടൈമിലാണോ ഓഫ് ആവേണ്ടത് അത്രയും ടൈമിൽ നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സ്വിച്ചിനെ പുറത്തോട്ടാക്കി വെക്കണം. ടൈമറിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്നാണ് നമുക്ക് വയറിംഗ് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ ന്യൂട്രലും ലൈനും ഉണ്ട്. ന്യൂട്രൽ ലൈന് നമ്മൾ ലോഡിലോട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ന്യൂട്രലിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് 7ാമത്തെ ടെർമിനലിലോട്ടും കണക്ട് ചെയ്യണം. അടുത്തത് ലൈൻ ടെർമിനലാണ്. ലൈൻ ടെർമിനൽ നമുക്ക് ഡിവൈസിൻ്റെ 8ാമത്തെ ടെർമിനലും കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ 2ാമത്തെ ടെർമിനലും കണക്ട് ചെയ്യണം. ഈ 7ലും 8ലും കണക്ട് ചെയ്യുന്നത് ഡിവൈസിൻ്റെ പവറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 1, 2, 3 ടെർമിനലിലാണ് ഈ നമ്മുടെ ഏതാണോ ലോഡ് കൊടുക്കുന്നത് ആ ലോഡിൻ്റെ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 1, 2, 3 എന്നുള്ള ടെർമിനലാണ്. ഇപ്പോൾ 2ാമത്തെ ടെർമിനലാണ് നമ്മൾ ഇൻപുട്ട് ലൈൻ കൊടുക്കേണ്ടത്. 1 നിന്നും 3 നിന്നും നമുക്ക് ലോഡിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അറ്റ് എ ടൈം 2 ഡിവൈസ് വരെ ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതായത് ഒരു സമയം 1ാമത്തെ ഡിവൈസ് ഓൺ ആണെങ്കിൽ 3ാമത്തെ ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഓഫ് ആവുന്ന രീതിയിൽ നമുക്ക് NOയും NC ആയിട്ട് നമുക്ക് ഈ ഒരു ടൈമറിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടൈമർ ഒരു സർക്യൂട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ സർക്യൂട്ടിലുള്ളതുപോലെ തന്നെ നമ്മളിവിടെ റെഡും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. റെഡും ബ്ലൂവും, അതായത് റെഡ് വയർ ലൈനും അതുപോലെ തന്നെ ന്യൂട്രൽ വയറായിട്ട് ബ്ലൂ കളറിലുള്ള വയറുമാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളറിലെ ന്യൂട്രൽ നമുക്ക് ലോഡിലോട്ടും അതുപോലെ തന്നെ ടൈമറിലോട്ടും കണക്ട് ചെയ്യേണ്ടത്. ടൈമറിൻ്റെ 7ാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലൈൻ വന്നിട്ട് 2ാമത്തെ പിന്നിലും അതുപോലെ തന്നെ 8ാമത്തെ പിന്നിലും കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഏതാണോ ലോഡിലോട്ടുള്ള വയർ ഞാനിപ്പോൾ 1ാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ടൈം എത്രയാണോ ആ ഒരു ടൈമാണ് ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ലോജിക് സ്വിച്ച് എല്ലാം റൊട്ടേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അത് കറക്റ്റ് ഒരു ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ടൈമറിൽ കറക്റ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10:17 ആയിട്ടുണ്ട്. നമ്മൾ പ്രോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര മണിക്കാണോ ടൈമർ ഓൺ ആവേണ്ടത് അതുപോലെ തന്നെ എത്ര മണിക്കാണ് ഓഫ് ആവേണ്ടത് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഈ പ്രോഗ്രാം സ്വിച്ചിലൂടെയാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ടൈമറിൽ നമുക്ക് ഓൺ ആവേണ്ട ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് 22, അതായത് രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയാണ് നമ്മൾ ടൈമർ ഓൺ ആവേണ്ടത്. അതിനുള്ള സെറ്റിങ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് പവർ അപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം.
ടൈമർ നമ്മൾ പവർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു റെഡ് LED കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലോക്ക് ഓടുന്ന പോലത്തൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മാനുവലി പ്രോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് രാത്രി 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓൺ ആവോ ഓഫ് ആവോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാനുവലി റൊട്ടേറ്റ് ചെയ്ത് 22, അതായത് 10 മണിക്ക് ഓൺ ആവണം എന്നുള്ള കണ്ടീഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് നോക്കാം. ഓഫ് ആവേണ്ട കണ്ടീഷൻ, അതായത് രാവിലെ 6 മണിക്ക് ലൈറ്റ് ഓഫ് ആവണം എന്നുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഹാവൽസിൻ്റെ ഒരു ടൈമർ ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതിലേക്കും നന്ദി.